വിവാദങ്ങൾക്കിടെ നിർണായക KPCC യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കെ.എം. മാണിയെ തള്ളിപ്പറയണമെന്ന ആവശ്യം യോഗത്തിൽ ഉയരുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തള്ളി മാണിയെ പിന്തുണച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഐ ഗ്രൂപ്പ് നേതാക്കൾ രംഗത്ത് വന്നേക്കും. കടുത്ത അഴിമതി ആരോപണത്തിനിടയിലും മാണിക്കെതിരെ എതിർപ്പും രോഷവും നിറച്ച് നിശബ്ദത പാലിച്ച നേതാക്കൾ നിരവധിയാണ് കോൺഗ്രസിൽ. ഇവർ യോഗത്തിൽ പൊട്ടിത്തെറിക്കുമോ? KPCC യോഗത്തിൽ നിന്നും ഇന്നറിയാനുള്ളത് ഇതാണ്. ബജറ്റ് അവതരണ വേളയിലടക്കം ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ VD സതീശൻ അടക്കമുള്ള യുവ നേതാക്കൾ വിട്ടുനിന്നിരുന്നു. ഇതിനു പുറമെ ആഭ്യന്തരമന്ത്രിയെ ലക്ഷ്യം വെച്ച് മാണി പരസ്യപോരിനിറങ്ങിയതോടെ രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഐ ഗ്രൂപ്പിനും മാണിയോട് കടുത്ത വിരോധമുണ്ട്. ഈ സാഹചര്യത്തിൽ മാണിയെ തള്ളണമെന്ന അഭിപ്രായം ഐ ഗ്രൂപ്പിലുണ്ട്. ഒരു തുറന്നു പറച്ചിലിന് യോഗം സാക്ഷിയായേക്കുമെന്നാണ് സൂചന. എന്നാൽ മുതിർന്ന നേതാക്കൾ ഇത് തള്ളിയേക്കും. സർക്കാരിനെ ബാധിക്കുന്നു എന്നത് മാത്രമല്ല, അരുവിക്കര ഉപതെരഞ്ഞെടുപ്പെന്ന വലിയ കടമ്പയും പാർട്ടിക്ക് മുന്നിലുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടും. അതിനിടെ ചെന്നിത്തലയെ തള്ളി മാണിയെ ന്യായീകരിച്ച മുഖ്യമന്ത്രിക്കെതിരെ ഐ ഗ്രൂപ്പ് നടത്തുന്ന നീക്കങ്ങളും ശ്രദ്ധേയമാകും. നിലപാട് തിരുത്തി മുഖ്യമന്ത്രി രംഗത്ത് വന്നെങ്കിലും ഐ ഗ്രൂപ്പിന്റെ രോഷം അവസാനിച്ചിട്ടില്ല. യോഗത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ഇതിനകം ഐ ഗ്രൂപ്പ് ആവിഷ്കരിച്ചു കഴിഞ്ഞു. വരാനിരിക്കുന്ന UDF യോഗത്തിൽ എടുക്കേണ്ട നിലപാടും അരുവിക്കര ഉപതെരഞ്ഞെടുപ്പുമാണ് യോഗത്തിന്റെ അജണ്ട. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തകർക്കുള്ള മാർഗരേഖ യോഗം അംഗീകരിക്കും. G. ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.